ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നത് നമ്മളെ പ്രവാസികളായ ആൾക്കാരോടും അവരുടെ ബന്ധുക്കളോടും പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ ഈ മൈഗ്രെയിൻ റിലീഫ് ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് പിടിച്ചെങ്ങാണ്ട് മറ്റന്നാൾ എൻ്റെ മാപ്പിളിൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തേക്കാനാണ്, നാളെ തന്നെ സാധനം എത്തുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ അടുത്തൊക്കെ എത്തുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങളിവിടെ വന്ന് വാങ്ങി പോകാമെന്ന് പറയാം. പക്ഷേ വിളിക്കൽ എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വിളിക്കുന്നത് വയനാട് ആ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തുനിന്ന്, അല്ലാണ്ടെങ്കിൽ കണ്ണൂർ ഭാഗത്തുനിന്ന്, ഈ ഭാഗത്തു നിന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ അവർ ഒരുപാട് ദൂരങ്ങൾ ഇല്ല. അപ്പോൾ ആ ഒരു ഇതിൽ കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വാങ്ങാനോ ഉള്ളൊരു സമയമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായാലും അവർക്കറിയാം അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മോൻ്റെ അടുത്തേക്ക് അങ്ങനെ ആൾ പോകുന്നുണ്ട്. അപ്പം ഒരാഴ്ച മുന്നെങ്കിലും എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആൾ പോകുന്നുണ്ടല്ലോ, അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രവാസികളോട് പറയാനുള്ളത്, നിങ്ങളെ അടുത്തേക്ക് ആരെയും വരുന്നുണ്ട് ഈ ഇതുപോലെ എണ്ണ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ വീട്ടുകാരോട് പറയാം, എന്നിട്ട് ഓർഡർ ചെയ്ത് സാധനം വീട്ടിലെത്തിച്ച് വെക്കുക. അല്ലാതെ പെട്ടെന്ന് പിടിച്ചാണ് നമ്മളോട് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയൂല. അടുത്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്ന് തരാം. പ്രവാസികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ട് വിചാരിച്ച് എപ്പോഴും ആൾ അവിടേക്ക് പോകില്ലല്ലോ എന്നുള്ളതിൽ നമ്മൾ കൊണ്ടുവന്ന് തരാൻ വിചാരിച്ചാൽ അതും നടക്കൂല. എത്ര ദൂരമുള്ളതാകുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് വാങ്ങാൻ അതും പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, കുറച്ച് മുന്നേ തന്നെ ഇതുപോലത്തെ എണ്ണകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെ വേറെ എന്ത് സാധനമായാലും, പിന്നെ നമ്മൾ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 വർഷം കൊണ്ടുപോയി വാത്ത് വെച്ചാലും കേട് വരില്ല, കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല, എത്ര വേണം. പിന്നെ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ എഫക്റ്റ് പോകുന്നുള്ളതോ അതൊന്നും ഒരു പേടിയില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു പ്രശ്നം വരുന്നില്ല, പെട്ടെന്ന് പിടിച്ചെങ്ങാണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. കാരണം നമ്മൾ ഇതേമാതിരി എന്താണ് നമ്മളോട് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയാതാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് വരുന്നുണ്ട്. പക്ഷെ എന്നാൽ കൊണ്ടുപോയി കൊടുക്കാനും കഴിയാത്ത അവസ്ഥ, അവർക്ക് ഇവിടെ വാങ്ങാനും കഴിയാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരരുത്. എന്തായാലും ഒരു 10 ദിവസം മുന്നേ തന്നെ വീട്ടുകാരോട് പറയാം, നാളെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്. അപ്പോൾ വീട്ടുകാരെന്താ ചെയ്യുക, അത് കേട്ട പാടില്ല എന്നൊക്കെയുള്ള നാളൊക്കെ കാക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികളും പണിയും തിരക്കും ഒക്കെ ആയങ്ങാണ്ട് പിന്നെ നമ്മളത് മറന്നു പോകും. അപ്പോൾ മറന്നു പോയിട്ട് പിന്നെ വരുന്ന 2 ദിവസം മുന്നേ കാരം ഹസ്ബൻഡ് വിളിച്ചാണ്, ചെടി ഈ ആ മരുന്ന് കൊണ്ടുവന്നിട്ടില്ലേ, അത് ചോദിക്കുമ്പോൾ അല്ലാ മറന്നല്ല, അപ്പോൾ വിളിച്ചാണ് നമ്മളോട് വിളിക്കുകയാണ്, താത്താ മരുന്ന് വേണമല്ലോ കൊണ്ടുപോകാനുള്ളതാണല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളോട് ഹസ്ബൻഡ് എപ്പോഴാണോ, അപ്പോൾ ഹസ്ബൻഡിനോട് പറയാനുള്ളത് ഒരു 10 ദിവസം മുന്നെങ്കിലും നിങ്ങൾ വരുന്ന ആളെ പറഞ്ഞെങ്ങാണ്ട് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മരുന്ന് ഓർഡർ ചെയ്യാൻ പറയാം. അതേമാതിരി വീട്ടുകാർ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അത് കേട്ട പാടില്ല പിന്നേക്കെന്ന് വെക്കാതെ ഓർഡർ ചെയ്യുക. നിങ്ങളെ സാധനം നിങ്ങളെ കയ്യിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പോണ ആൾക്കാരെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. പക്ഷേ തൽക്കാലം പിടിച്ച് ഓർഡർ ചെയ്താൽ നമുക്ക് കണ്ട് എത്തിച്ച് തരാൻ ഒരിക്കലും പറ്റില്ല. പോസ്റ്റ് വഴിയാണ് നമ്മൾ വിടൽ. പോസ്റ്റ് വഴി വിട്ടാൽ എങ്ങനെ ആയാലും 3-4 ദിവസം എന്തായാലും പിടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേണം, നമുക്ക് സമയം വേണം. അല്ലാതെ നമുക്ക് പെട്ടെന്ന് വന്നെങ്ങാണ്ട് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കസ്റ്റമർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് ഞാൻ കഴിയണത് മാക്സിമം എത്തിച്ച് കൊടുക്കാൻ കഴിയണത് എത്തിച്ച് കൊടുത്തിട്ടുമുണ്ട്, ബസ്സിന് വിട്ടിട്ടായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പിന്നെ എന്താ വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കാരണം നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പോൾ അത് കണ്ട് വിളിച്ചെങ്ങാണ്ട് നമ്മളോട് പറഞ്ഞത്. എന്നിട്ടും ഞാൻ മാക്സിമം അതേമാതിരി തന്നെ വിട്ടിട്ടുണ്ട്. നമ്മളെ വയനാട് ആ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നുണ്ട് ഒരു കൊറിയർ ഞാൻ അതേമാതിരി, പിന്നെ വയനാടല്ല പാലക്കാട് ഭാഗത്തേക്ക് നമ്മളിതേമാതിരി നമ്മൾ അറിയുന്ന ബസ്സുകാരെ എടുത്ത് കൊടുത്ത് വെച്ചിട്ട് മഞ്ചേരിയിൽ നിന്ന് ഇതേമാതിരി അവർ മലപ്പുറത്തുനിന്ന് മഞ്ചേരി ബസ്സിന് വിട്ടിട്ട് മലപ്പുറത്തുനിന്ന് അവർ ഇതേമാതിരി പാലക്കാട് ബസ്സിന് വിട്ടിട്ട് അവർ വാങ്ങി അങ്ങനെ അന്ന് തന്നെ ആ സാധനം കയ്യിലെത്തി അവർ കൊണ്ടുപോയി. പക്ഷെ അത് റാത്തയാ അങ്ങനെ പോകാനുള്ളൊരു ഇത് ബസ്സും കാര്യവും നമുക്ക് അറിയണ ബസ്സുകാരുള്ളതുകൊണ്ടിട്ടാണ് അങ്ങനെ നമുക്ക് കൊടുത്തേക്കാൻ കഴിഞ്ഞത്. പക്ഷേ എപ്പോഴും അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ കഴിയണത് മാക്സിമങ്ങൾ അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഇത് പറയരുത് കേട്ടോ. ഇങ്ങനെ കഴിയണത് വീട്ടുകാരോട് പ്രവാസികളായ ആൾക്കാർ പറയാം മുൻകൂറായിട്ട്. അതേമാതിരി പറഞ്ഞ പാഠം വീട്ടുകാരും തന്നെ ഇതേമാതിരി തന്നെ നമ്മൾ ഓർഡർ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേമാതിരി തന്നെ ഇത് കിട്ടും, ഇങ്ങനെ കൊടുത്തേക്കാൻ ഇതിനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കും അത് ടെൻഷനാണ്, നിങ്ങൾക്ക് അത് കിട്ടാതാകുമ്പോൾ ആ ഓരോ പ്രശ്നമാണ്. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാനുള്ള കാരണമുള്ളത്. പിന്നെ നമ്മളെ ഈ മൈഗ്രെയിൻ റിലീഫ് ഓയിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ മൈഗ്രെയിൻ റിലീഫ് ഓയിൽ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. കുറച്ച് റീസ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അറിയില്ല ആർക്കെങ്കിലും ഇതേമാതിരി ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് അവർക്ക് നമ്മളെ കോൺടാക്ട് നമ്പറൊക്കെ ഒന്ന് കൊടുത്തുകൊണ്ട് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ നമ്മൾ സാധനം വരെ പോസ്റ്റ് വഴി വിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും.